ഗാസയിൽ ട്രംപിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരുങ്ങുമ്പോൾ അണിയറയിൽ വീണ്ടും വലിയൊരു ചതി ഗസയ്ക്ക് മേൽ നടക്കുകയാണ്. ലോകം മുഴുക്കെ പ്രതിഷേധവും ഇസ്രയേൽ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെട്ടതും ഐക്യരാഷ്ട്രസഭയിൽ നെതന്യാഹുവിനേറ്റ തിരിച്ചടിയും ഖത്തർ മധ്യസ്ഥ ശ്രമത്തിൽ നിന്നും പിന്മാറിയതും ഹമാസ് ചർച്ചയ്ക്ക് തയ്യാറാവാത്തതും ഒരിക്കലും തീരാത്ത യുദ്ധത്തിലേക്ക് ഇസ്രയേലിനെ അനന്തമായി കൊണ്ടുപോകുന്നതും അവർ കൂടുതൽ ഒറ്റപ്പെടുന്നതായി മാറുന്നു എന്നും കണ്ടാണ് ട്രംപിന്റെ പുതിയ സമവായ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവുമായി ട്രംപ് ഒരു തീരുമാനത്തിലെത്തി എന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു ഹമാസ് നേതാവിൻ്റെതായി വന്ന പ്രസ്താവനയിൽ അവർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: മേൽപ്പറയപ്പെട്ട ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം ഇസ്രയേൽ ഒറ്റപ്പെടുന്നത് നാം കണ്ടു. കേവലം ഒക്ടോബർ 7 മാത്രമുണ്ടായ ഒന്നല്ല ഹമാസ് നടത്തിയ പോരാട്ടവും ഫലസ്തീന്റെ ചെറുത്തുനിൽപ്പും. കഴിഞ്ഞ 70 വർഷമായി ഞങ്ങളിത് സഹിക്കുന്നു, ഇനി ഇതെല്ലാം ലോകം കാണട്ടെ എന്നായിരുന്നു. എന്നാൽ ഗസയുടെ സ്വാതന്ത്ര്യം അകലെയെന്നു തന്നെയാണ് ട്രംപും പുതിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പറഞ്ഞു വെക്കുന്നത്. പുതിയ ഉടമ്പടി പ്രകാരം ഒരു കൊളോണിയൽ ഭരണവും ഗാസയിൽ പ്രത്യേക സേനയുമെല്ലാം നിലവിൽ വരും. ടോണി ബ്ലെയർ അധ്യക്ഷനായ ഒരു സമിതിക്ക് കീഴിൽ 5 വർഷം നിരീക്ഷണ കാലയളവിൽ ഇവർ ഗാസയിൽ ഭരണം നടത്തും. തുടർന്ന് ഫലസ്തീൻ അതോറിറ്റിക്ക് ഗസ ഭരണം കൈമാറും. നേരത്തെ മൂർഖനായിരുന്നുവെങ്കിൽ ഇപ്പോൾ കരിമൂർഖൻ എന്ന മാറ്റം മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം നെതന്യാഹു ട്രംപിനെ കണ്ടു. ട്രംപുമായുള്ള ചർച്ചയിൽ നിർണായകമായ പല തീരുമാനങ്ങളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഫലസ്തീന്റെ ഭാവി നിർണയിക്കുന്നതായിരിക്കും ആ പദ്ധതികൾ. അതിൽ പ്രധാനം ഖത്തറിനെ ആക്രമിച്ച ഇസ്രയേൽ നടപടിയെ നെതന്യാഹുവിനെ കൊണ്ട് ട്രംപ് മാപ്പ് പറയിപ്പിച്ചു എന്നതാണ്. ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കും, ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കും. പടിപടിയായി ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിന്മാറും. 72 മണിക്കൂറിനുള്ളിൽ ഹമാസ് ബാക്കിയുള്ള ബന്ദികളെ വിട്ടയച്ചാലാണ് ഇത് സാധ്യമാക്കുക. ഹമാസ് സഹകരിച്ചില്ലെങ്കിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടരും. ഹമാസിനോട് ഇത് സംബന്ധിച്ച് അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ സംസാരിക്കും. ഗാസയിലുള്ള ബന്ദികളെ വിട്ടയച്ചാൽ ഇസ്രയേലിലുള്ള 250 ജീവപര്യന്തം വിധിച്ച ഫലസ്തീനി ബന്ദികളെ ഇസ്രയേലും വിട്ടയക്കും. ഒക്ടോബർ 7 ശേഷം ഗാസയിൽ നിന്ന് ഇസ്രയേൽ പിടിച്ചുകൊണ്ടുപോയ 1700 സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ബന്ദികളെയും വിട്ടയക്കും. ഹമാസ് ബന്ദികളുടെ അവശിഷ്ടങ്ങൾ കൂടി വിട്ടയക്കുന്ന മുറക്ക് 15 ഫലസ്തീനികളുടെ ശരീരങ്ങളും ഇസ്രയേൽ തിരിച്ചു നൽകും. എല്ലാ ബന്ദികളെയും വിട്ടയച്ച ശേഷം താല്പര്യമുള്ള ഹമാസ് നേതാക്കൾക്ക് ഗാസ വിടുവാനുള്ള അവസരവും ഒരുക്കും. ഗാസ താൽക്കാലികമായി ട്രംപിന്റെയും ടോണി ബ്ലെയറിന്റെയും നേതൃത്വത്തിലുള്ള ഒരു ബോർഡ് ഓഫ് പീസ് ആയിരിക്കും ഭരിക്കുക. ഗാസയുടെ പുനർനിർമ്മാണവും മറ്റും പൂർത്തിയായ ശേഷം ഫലസ്തീൻ അതോറിറ്റിക്ക് ഗാസയെ കൈമാറും. അമേരിക്കയും അറബ് രാജ്യങ്ങളും മറ്റു ലോകരാജ്യങ്ങളും ചേർന്ന് ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അഥവാ ICF-ന് രൂപം നൽകും. IDF പിന്മാറുന്ന മുറക്ക് ICF ഗാസയിൽ വിന്യസിക്കപ്പെടും. ICF ഗാസയിൽ ഒരു ഫലസ്തീൻ പോലീസിനും രൂപം നൽകും. ഇസ്രയേലും ഈജിപ്തുമായി ചേർന്ന് അതിർത്തികൾ പരിപാലിക്കും. വംശഹത്യക്കും ഇസ്രയേൽ ആക്രമണത്തിനും താൽക്കാലിക അറുതിയുണ്ടായേക്കും എന്നതാണ് ഇതിന്റെ പ്രധാന ഗുണം. ഒപ്പം കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഗാസയിൽ ഏർപ്പെടുത്താനും സാധാരണ പോലെ ജനങ്ങൾക്ക് ജീവിക്കുവാനും പറ്റും. എന്നാൽ ഗസയെ മനോഹര ഉദ്യാന നഗരമാക്കാൻ ലക്ഷ്യമിടുന്ന ട്രംപിൻ്റെതാണ് ഈ പദ്ധതി എന്നതുകൊണ്ട് തന്നെ ഇതിനെ ഹമാസോ ഫലസ്തീനോ ഗാസയോ സ്വീകരിച്ചെന്നും അംഗീകരിച്ചെന്നും വരില്ല. മാത്രവുമല്ല, ടോണി ബ്ലെയർ എന്ന അതിക്രൂരനായ ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി നടത്തുന്ന കോളനി ഭരണം ഗാസക്കാർ അംഗീകരിക്കുകയും ചെയ്യില്ല. IDF പോയി ISF വരുന്നു എന്നത് മാത്രമാണ് ഇതിൽ നിന്നു ഉണ്ടാകുന്ന മാറ്റം. ബാക്കിയെല്ലാം അതുപോലെ തുടരും. Waytonikah.com, the exclusive Muslim matrimonial site.